നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സമ്പൂർണ്ണം. പാലക്കാട് ജില്ലയിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളായി 6724 സ്ഥാനാർത്ഥികൾ, 3054 പോളിംഗ് സ്റ്റേഷനുകൾ. ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്കുമായി 4500 പോലീസ് ഉദ്യോഗസ്ഥർ. പാലക്കാട് ജില്ലയിലെ 3054 ബൂത്തുകളിൽ 284 പ്രശ്നബാധ ബൂത്തുകൾ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ 38,439 വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങളെ ചതിച്ചിരിക്കുകയാണെന്ന് തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശ്ശൂരിന്റെ പാർലമെന്റ് അംഗമായി തുടരാനുള്ള അവകാശം സുരേഷ് ഗോപിക്ക് നഷ്ടമായെന്നും ജോസഫ് ടാജറ്റ്. വരവൂരിൽ വോട്ടഭ്യർത്ഥനയ്ക്കായി എത്തിയ മുൻ MLA AC മൊയ്തീനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി UDF. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥിനിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ചെറുതുരുത്തി പന്നിയടി പൊട്ടിക്കുണ്ടിൽ വീട്ടിൽ പരേതനായ മുഹമ്മദ് അക്മാന്റെ മകൾ 21 വയസ്സുള്ള റുഫൈദ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ 11 രാവിലെ 7 ആരംഭിച്ച് വൈകിട്ട് 6 അവസാനിക്കും. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളായി 6724 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ജില്ലയിൽ മാറ്റുരയ്ക്കുന്നത്. 3054 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പോളിംഗ് ബൂത്തിന് കുറഞ്ഞത് 20 ചതുരശ്രടി മീറ്റർ വിസ്തീർണമുണ്ട്. കൂടാതെ ഓരോ വാർഡിൻ്റെയും പരിധിക്കുള്ളിൽ തന്നെ അതിൻ്റെ പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യും. പഞ്ചായത്തുകളിലാകെ 2749 പോളിംഗ് ബൂത്തുകളും നഗരസഭകളിൽ 305 പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും പങ്കാളിയാവാൻ കഴിയുന്ന വിധത്തിൽ ഭിന്നശേഷി സൗഹൃദമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഉറപ്പാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും എത്താൻ സൗകര്യപ്രദമായ റാമ്പ് നിലവിലുണ്ടാകും. ശുചിമുറി, കുടിവെള്ളം, തടസ്സമില്ലാത്ത വൈദ്യുതി എന്നിവ പോളിംഗ് സ്റ്റേഷനുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് എത്തുന്നതിന് ആവശ്യമായ യാത്രാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 13 രാവിലെ 8 മുതൽ 20 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ നടക്കും. ഡിസംബർ 9 വൈകിട്ട് 6 മുതൽ വോട്ടെടുപ്പ് ദിനമായ 11 പോളിംഗ് അവസാനിക്കുന്നവരെയുള്ള 48 മണിക്കൂർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നീട് വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 13 ഡ്രൈ ഡേ ആയിരിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനായി സുരക്ഷയ്ക്കുമായി 4500 പോലീസുകാരെ നിയോഗിച്ചു കഴിഞ്ഞു. 25 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ, 40 ഇൻസ്പെക്ടർമാർ, 300 സബ് ഇൻസ്പെക്ടർമാർ എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് സുരക്ഷാ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. 140 പേർ അടങ്ങുന്ന ഒരു കമ്പനി കേന്ദ്രസേനയെ ജില്ലയിൽ വിന്യസിക്കും. പ്രശ്നബാധിതമെന്ന് കണ്ടെത്തി വെബ് കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കുന്ന ജില്ലയിൽ 180ഓളം പോളിംഗ് ബൂത്തുകളിലും ഒരു അധിക പോലീസ് ഉദ്യോഗസ്ഥനെ വീതം വിന്യസിക്കും. പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള മേഖലകളിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഓരോ സംഘത്തെ അധികമായി വിന്യസിക്കും. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന അഗളി, അട്ടപ്പാടി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും അധികമായി നിയോഗിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ 3054 ബൂത്തുകളിൽ 284 എണ്ണം പ്രശ്നബാധ ബൂത്തുകൾ. പാലക്കാട് ചിറ്റൂർ, തത്തമംഗലം, ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റികളിലും 60ഓളം ഗ്രാമപഞ്ചായത്തുകളിലുമാണ് പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, സാമുദായിക സംഘർഷങ്ങൾ, അനധികൃത പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യം, ഒരു പോളിംഗ് ബൂത്തിൽ അമിതമായി വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നത് തുടങ്ങിയ കാരണങ്ങളാണ് ഇത്തരം ബൂത്തുകളെ പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുൻകാല വോട്ടിംഗ് പെരുമാറ്റ രീതിയിൽ ഉയർന്ന ക്രമക്കേടുകളോ ഗുരുതരമായ ലംഘനങ്ങളോ ആരോപിച്ച് റീപോളിംഗ് നടത്താൻ ഉത്തരവിട്ട ബൂത്തുകൾ, അക്രമം, ക്രമസമാധാന സംഭവങ്ങൾ, ദുർബല ജനസംഖ്യാ വിഭാഗങ്ങൾ കൂടുതലായുള്ള പ്രദേശങ്ങൾ, ക്രിമിനൽ ഘടകങ്ങളുടെ സ്വാധീനമുള്ള മേഖലകൾ, ഭൂമിശാസ്ത്രപരമായ വിദൂര ഘടകങ്ങൾ, പ്രചാരണ ലംഘനങ്ങൾ, മാതൃകാ കോഡ് ലംഘനങ്ങൾ, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ ഭീഷണികൾ തുടങ്ങിയവയാണ് പ്രശ്നബാധിത ബൂത്തുകൾ തിരിച്ചറിയാൻ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ. ഇത്തരം പ്രശ്നബാധിതമായ 150 ബൂത്തുകളിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വെബ് കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അന്ധതയോ മറ്റു ശാരീരിക അവശതകളോ ഉള്ള സമ്മതിദായകർക്ക് വോട്ട് ചെയ്യാനായി സഹായിയെ അനുവദിക്കും. 18 വയസ്സിന് മുകളിലുള്ള ഒരു സഹായിയാണ് വോട്ട് രേഖപ്പെടുത്താനായി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുക. സമ്മതിദായകന് ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നം തിരിച്ചറിയാനും ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാനും സാധിക്കില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സഹായിയെ അനുവദിക്കുകയുള്ളൂ. വോട്ട് ചെയ്യുമ്പോൾ വോട്ടറുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിലും സഹായിയുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിലും മായാത്ത മഷി പുരട്ടും. സ്ഥാനാർത്ഥികളെയും പോളിംഗ് ഏജന്റുമാരെയും സഹായിക്കാൻ അനുവദിക്കില്ല.
ഒരാളെ ഒന്നിലധികം സംവിധായകരുടെ സഹായിക്കാനും അനുവദിക്കില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 38,439 വോട്ടർമാർ വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് 35 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവസാനവട്ട വോട്ടുകൾ ഉറപ്പിക്കാനായി നിശബ്ദ പ്രചരണത്തിലായിരുന്നു ബുധനാഴ്ച സ്ഥാനാർത്ഥികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണ നടപടിക്രമങ്ങൾ പൂർത്തിയായതിന് പിന്നാലെ 35 വാർഡുകളിലെയും ബൂത്തുകൾ പോളിംഗിനായി സജ്ജം. ഇനി വ്യാഴാഴ്ച വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ഇത്തവണ ആകെ വോട്ടർമാർ 38,439 പേരാണ്. ഇതിൽ 17,803 പുരുഷ വോട്ടർമാരും 20,636 സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. ട്രാൻസ്ജെൻഡർ വോട്ടർമാരില്ല. കണയം വെസ്റ്റ് 1-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഇവിടെ 1,457 പേർ. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് പരുത്തിപ്പുറ ഈസ്റ്റ് 30-ാം വാർഡിലാണ്. ഇവിടെ 872 വോട്ടർമാർ മാത്രം. ഇത്തവണ പ്രശ്നബാധിത ബൂത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം അവസാനവട്ട വോട്ടുകൾ ഉറപ്പിക്കാനായി ബുധനാഴ്ച സ്ഥാനാർത്ഥികളും അണികളും നിശബ്ദ പ്രചരണത്തിലായിരുന്നു. ഒരിക്കൽ കൂടി വീടുകളിൽ കയറിയുള്ള നിശബ്ദ പ്രചരണത്തിലായിരുന്നു പലരും. അങ്ങനെ ഇടതുഭരണം നിലനിർത്താൻ LDFും ഭരണം പിടിച്ചെടുക്കാൻ UDFും BJPയും പ്രചരണ രംഗത്ത് വീറും വാശിയേറിയ പ്രചാരണ പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാഴ്ചവെച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഹരിത തെരഞ്ഞെടുപ്പ് 2025 ഭാഗമായി ഷൊർണൂരിൽ ഒരുക്കിയ മോഡൽ ഹരിത ബൂത്ത് മിനിയേച്ചർ ശ്രദ്ധേയമായി. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിലായിരുന്നു മിനിയേച്ചർ പ്രദർശിപ്പിച്ചത്. ടൗണിലെ BEM LP സ്കൂൾ ബൂത്ത് ഷൊർണൂർ നഗരസഭ ഹരിത ബൂത്തായി പ്രവർത്തിക്കും. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് വിതരണ സ്ഥലത്താണ് ഹരിത ബൂത്ത് മിനിയേച്ചർ പ്രദർശിപ്പിച്ചത്. വളരെ മനോഹരമായ രീതിയിൽ ഒരുക്കിയ മിനിയേച്ചർ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഹരിത ബൂത്ത് 2025 ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭ വ്യത്യസ്തമായ രീതിയിലുള്ള ഹരിത ബൂത്തുകളും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പുമാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലാ ശുചിത്വ മിഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പ് 2025 ആക്കി മാറ്റിയത്. ഈ സാഹചര്യത്തിൽ നഗരസഭയുടെ ഒരു ആശയത്തിലാണ് ഇത്തരമൊരു മിനിയേച്ചർ ഒരുക്കി പ്രദർശിപ്പിച്ചത്. നഗരസഭയിലെ തന്നെ ശുചീകരണ വിഭാഗം തൊഴിലാളികളായ ബിജു ജോസ്, ആനന്ദൻ എന്നിവർ ചേർന്നാണ് ഒരാഴ്ചയോളം സമയമെടുത്ത് ഇത് നിർമ്മിച്ചത്. പ്രകൃതിക്ക് ഇണങ്ങിയ വസ്തുക്കൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചതെന്ന് ബിജു ജോസ് പറഞ്ഞു. ഇതിൽ നമ്മൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പേപ്പർ പൾപ്പ്, പിന്നെ ക്ലേ, അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസ്, അതുപോലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫോം ഷീറ്റ് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സെറ്റിങ്സിലേക്ക് എങ്ങനെയാണ് ഒരു ആശയം എങ്ങനെ എത്തിയത്? ഇത് നമ്മുടെ സെക്രട്ടറി സാഹിബ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ. ഇത് ഒരു സന്ദേശമാണെന്നും ഇത്തരത്തിലുള്ള ഒരു മിനിയേച്ചർ ഏറെ അഭിനന്ദനം അറിയിക്കുന്നുവെന്നും പ്രിസൈഡിംഗ് ഓഫീസറായ സുദർശനൻ പറഞ്ഞു. പൂർണ്ണമായും ഹരിതാഭമായി ചെയ്ത പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു മിനി ബൂത്ത് എല്ലാം കൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഈ ചെറിയൊരു മിനിയേച്ചർ ഈ കേരളമൊട്ടുക്ക് ഒരു അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാ ബൂത്തുകളിലേക്കും എല്ലാ കളക്ഷൻ സെൻ്ററിലേക്കും ഇതിൻ്റെ വ്യാപ്തി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ച ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും റെഡിയാക്കിയ എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആശംസ. ഹരിത തെരഞ്ഞെടുപ്പ് 2025 ബന്ധപ്പെട്ട് ഷൊർണൂർ ടൗണിലെ BEM LP സ്കൂളിലെ ബൂത്ത് ഹരിത ബൂത്തായി പ്രവർത്തിക്കും. നഗരസഭയുടെ നേതൃത്വത്തിൽ ചെടികളും ബോർഡുകളും അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ ജൈവം, പ്ലാസ്റ്റിക്, പേപ്പർ എന്നിവ വേർതിരിച്ച് നിക്ഷേപിക്കാനായി പ്രകൃതിയോട് ഇണങ്ങുന്ന പ്രത്യേക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ബിന്നുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഹരിതബൂത്തിൻ്റെ അവസാന വട്ട ഒരുക്കങ്ങൾ വിലയിരുത്താനായി നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ P ശിവൻ, HI വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച ഹരിതബൂത്ത് സന്ദർശിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ പോളിംഗ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ കൈപ്പറ്റി. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രത്തിൽ നിന്നും 35 വാർഡുകളിലേക്ക് ആവശ്യമായ പോളിംഗ് സാമഗ്രികളാണ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയത്. റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടിക്രമങ്ങൾ. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. സ്ട്രോങ് റൂം പരിസരം ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയ്ക്ക് പിന്നാലെ
രാവിലെ 10:30 മണിയോടെ RO സിജു തോമസിന്റെ നേതൃത്വത്തിൽ സ്ട്രോങ് റൂം തുറന്ന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 11 മണിക്ക് EVM മെഷീനുകളടക്കമുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. 4 കൗണ്ടറുകൾ വഴിയാണ് അതത് ഉദ്യോഗസ്ഥന്മാർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിയത്. പിന്നീട് ഉദ്യോഗസ്ഥർ ഇവ കൃത്യമായി പരിശോധന നടത്തിയ ശേഷം വാഹനങ്ങൾ വഴി അതത് ബൂത്തുകളിൽ എത്തിച്ചേർന്നു. 35 വാർഡുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് കൗണ്ടറുകൾ വഴി വിതരണം ചെയ്ത്. ഒരു പോളിംഗ് ബൂത്തിലേക്ക് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം 4 ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ഇങ്ങനെ 35 വാർഡുകളിലേക്കായി 140 ഉദ്യോഗസ്ഥർ വോട്ടിംഗ് ഡ്യൂട്ടിക്കായി ഉണ്ടാകും. ആവശ്യമായ പോലീസും സജ്ജമാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായെന്നും സുഗമമായ രീതിയിൽ നടപടിക്രമങ്ങൾ നടത്താനായെന്നും റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെയും ഒറ്റപ്പാലം നഗരസഭയിലെയും പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. ഒറ്റപ്പാലം LSN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും NSS KPT ഹൈസ്കൂളുമായാണ് വിതരണം നടന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലെ വരണാധികാരിയും നഗരസഭയിലെ 2 വരണാധികാരികളുടെയും നേതൃത്വത്തിലാണ് വിതരണം പൂർത്തിയാക്കിയത്. രാവിലെ 11 മുതൽ നഗരസഭയുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. 39 വാർഡുകളിലേക്കാണ് നഗരസഭയിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനായി 44 ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 50 വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജമാക്കും. വിതരണ കേന്ദ്രത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സഹായങ്ങൾക്കായി 85ഓളം ജീവനക്കാരുണ്ടാകും. ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലുള്ള 8 തദ്ദേശ സ്ഥാപനങ്ങളിലായി 265 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അമ്പലപ്പാറ, ലക്കിടി, പേരൂർ, വാണിയംകുളം, അനങ്ങനടി, തൃക്കടീരി, നെല്ലായ, വല്ലപ്പുഴ, ചളവറ തുടങ്ങിയ പഞ്ചായത്തുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്നത്. വിതരണ കേന്ദ്രത്തിൽ 170ഓളം ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഹരിത ബൂത്തുകളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങളെ ചതിച്ചിരിക്കുകയാണെന്ന് തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശ്ശൂരിൻ്റെ പാർലമെൻറ്റ് അംഗമായി തുടരാനുള്ള അവകാശം സുരേഷ് ഗോപിക്ക് നഷ്ടമായെന്നും ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. തിരുവനന്തപുരം ശാസ്തമംഗലം സർക്കാർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതോടെ ഉരച്ചു നോക്കാതെ തന്നെ സുരേഷ് ഗോപി താൻ ചെമ്പാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് ജോസഫ് ടാജറ്റ് ആക്ഷേപിച്ചു. ഏത് ചതിയിലൂടെയും തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ് ലക്ഷ്യമെന്ന് സുരേഷ് ഗോപിയും BJPയും വ്യക്തമാക്കി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാരനാണ് ഇനി താനെന്ന് പ്രഖ്യാപിച്ചാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്തത്. പൂർണ്ണമായും ജനങ്ങളെ കബളിപ്പിച്ച സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെക്കണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. തൃശ്ശൂർ MP ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം തിരുവനന്തപുരം ശാസ്തമംഗലം സർക്കാർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ഉരച്ചു നോക്കാതെ തന്നെ ചെമ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വോട്ട് ചെയ്തതിലൂടെ ഏത് നീച പ്രവൃത്തിയിലൂടെയും ഏത് ചതിയിലൂടെയും തെരഞ്ഞെടുപ്പ് വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ശ്രീ സുരേഷ് ഗോപിയും അവരുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും തെളിയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ പൊയ്മുഖമായിരുന്നു എന്നും അത് അഴിഞ്ഞു വീടുകയും ചെയ്യാം. ഇത് പൂർണ്ണമായും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നേടിയൊരു വിജയമാണ്. അതുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കണം. തൃശ്ശൂരിലെ ജനങ്ങളെ ചതിച്ചതിന് തൃശ്ശൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണം. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെക്കണമെന്നാണ് ഞങ്ങൾക്കിതിൽ ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ബാലറ്റ് യൂണിറ്റിൽ 15 വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുന്നത്. 15-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ബാലറ്റ് കൂടി സജ്ജമാക്കും. 16 മുതലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരം രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലാണ് ക്രമീകരിക്കുക. ഒരു ബാലറ്റ് യൂണിറ്റിൽ 15 വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മത്സരിക്കുന്ന 15 സ്ഥാനാർത്ഥികളുടെ എണ്ണം 15-ൽ കൂടുതലാണെങ്കിൽ രണ്ടാമതൊരു ബാലറ്റ് യൂണിറ്റ് കൂടി സജ്ജമാക്കും. 16 മുതലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരം രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലാണ് ക്രമീകരിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിശബ്ദ പ്രചരണ ദിവസമായ ഇന്ന് വരവൂരിൽ AC മൊയ്തീൻ MLA വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയത് UDF പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയാക്കി. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് MLA കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തെന്ന് കാണിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അല്ല, വീട് കയറി മീറ്റിംഗ് നടത്താണ് സാറേ. വീട് കയറി മീറ്റിംഗ് നടത്താണ് അല്ലാതെ ഇതല്ല. വീട് കയറി മീറ്റിംഗ് നടത്താണ്. ആറിനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ MLA എന്ന് വരും, കുഴപ്പമില്ലെങ്കിൽ. വരവൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് MLA ബോർഡ് വെച്ച ഔദ്യോഗിക വാഹനത്തിൽ കുന്നംകുളം MLA ആയ AC മൊയ്തീനും CPM നേതാക്കളും
വീടുകൾ കയറി വോട്ടഭ്യർത്ഥന നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനം ചട്ടലംഘനമാണെന്ന് ആരോപിച്ചാണ് UDF പ്രതിഷേധിച്ചത്. UDF പ്രവർത്തകർ MLAയുടെയും CPM നേതാക്കളുടെയും വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംഭവത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മാതാവിനോട് പേന വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് കടയിൽ പോയ ഡിഗ്രി വിദ്യാർത്ഥിനിയെ കുളത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ചെറുതുരുത്തി പന്നിയടി പൊട്ടക്കുണ്ടിൽ വീട്ടിൽ പരേതനായ മുഹമ്മദ് അക്മാൻ്റെ മകൾ 21 വയസ്സുള്ള റുഫൈദയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അംഗൻവാടി ഹെൽപ്പറായി ജോലി ചെയ്യുന്ന മാതാവ് നഫീസക്കുട്ടിയെ ബുധനാഴ്ച രാവിലെ 9 മണിയോടെ അംഗൻവാടിയിലെത്തി കണ്ടു. അവിടെ നിന്ന് കടയിൽ പോയി പേന വാങ്ങിക്കാനാണെന്ന് പറഞ്ഞു പോന്നതായിരുന്നു. നാട്ടുകാരാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുന്നകുളം ACP സന്തോഷ് CM, ചെറുതുരുത്തി CI വിനു, SI നിഖിൽ, അഡീഷണൽ SI ജയശ്രീ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ഏക സഹോദരൻ മുഹമ്മദ് റാഫി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരള പാലക്കാടും സംഘടിപ്പിച്ച ജില്ലാതല ഇൻക്ലൂസീവ് ലൈഫ് സ്കിൽ പരിശീലനം 2025 പാർലി BRCയിൽ വെച്ച് നടന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യം വളർത്തുകയും സ്വയം പര്യാപ്തത പ്രാപ്തമാക്കുകയുമാണ് പരിശീലനത്തിൻ്റെ ലക്ഷ്യം. പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PR ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ SSK ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ MK നൌഷാദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ G നാഗരാജ്, എടത്തറ GUPS പ്രധാനാധ്യാപിക P ഗീത, KK സുസ്മിത, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ P മീനു എന്നിവർ സംസാരിച്ചു. ആചരിക്കുന്ന ഒരു ദിവസമാണ് ലോക ഭിന്നശേഷി ദിനം എന്ന് പറയും, അല്ലേ? നമുക്ക് പല പ്രയാസമുള്ള കുട്ടികളെ ഭിന്നശേഷി എന്നാണ് പറയാറ്. 55 വിദ്യാർത്ഥികളും 25 രക്ഷിതാക്കളും പരിശീലനത്തിൽ പങ്കെടുത്തു. സ്ട്രീം ഹബ്ബ് വിദഗ്ധരായ അഞ്ജു MP, ഫിറോസ് T, കൊല്ലങ്കോട് BRC സ്പെഷ്യലിസ്റ്റ് അനു J എന്നിവർ ജാം, പേപ്പർ പേന, തുണിസഞ്ചി, LED ബൾബ്, ജ്വല്ലറി മേക്കിംഗ് എന്നിവയിൽ പരിശീലനം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സമ്പൂർണ്ണം. പാലക്കാട് ജില്ലയിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളായി 6724 സ്ഥാനാർത്ഥികൾ, 3054 പോളിംഗ് സ്റ്റേഷനുകൾ. ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്കുമായി 4500 പോലീസ് ഉദ്യോഗസ്ഥർ. പാലക്കാട് ജില്ലയിലെ 3054 ബൂത്തുകളിൽ 284 പ്രശ്നബാധ ബൂത്തുകൾ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ 38,439 വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങളെ ചതിച്ചിരിക്കുകയാണെന്ന് തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശ്ശൂരിന്റെ പാർലമെന്റ് അംഗമായി തുടരാനുള്ള അവകാശം സുരേഷ് ഗോപിക്ക് നഷ്ടമായെന്നും ജോസഫ് ടാജറ്റ്. വരവൂരിൽ വോട്ടഭ്യർത്ഥനയ്ക്കായി എത്തിയ മുൻ MLA AC മൊയ്തീനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി UDF. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥിനിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ചെറുതുരുത്തി പന്നിയടി പൊട്ടിക്കുണ്ടിൽ വീട്ടിൽ പരേതനായ മുഹമ്മദ് അക്മാന്റെ മകൾ 21 വയസ്സുള്ള റുഫൈദ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.